ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ സക്സസ് സ്റ്റോറി ഓഫ് ബെഞ്ചമിൻ ഗ്രഹാം. അതായത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റായിട്ട്, അതായത് ഇതുവരെ റിട്ടേൺ ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബുക്കിൻ്റെ ഓതറാണ് ഇദ്ദേഹം. അതായത് വാല്യൂ ഇൻവെസ്റ്റിംഗ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു വ്യക്തി. ലോകത്തിലെ ഇപ്പം കറൻ്റ്ലി ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റർ ആയിട്ടുള്ള, ലോകം തന്നെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഗോഡ് ഓഫ് ഇൻവെസ്റ്റിംഗ്, ഒറാക്കിൾ ഓഫ് ഒമഹ എന്നൊക്കെ പറയുന്ന വാറൻ ബഫറ്റിൻ്റെ ഗുരുവാണ് ഇദ്ദേഹം. അല്ലെങ്കിൽ വാറൻ ബഫറ്റ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തത് ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ ഫാദറാണ്. ദ നെക്സ്റ്റ് ബെസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് പേഴ്സൺ ഇൻ ഹിസ് ലൈഫ് ഈസ് ബെഞ്ചമിൻ ഗ്രഹാം. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ട്രാറ്റജി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിലുള്ള ഈ അറിവ്, അല്ലെങ്കിൽ വാല്യൂ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ എന്താ പറയുക, മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിൽ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള റിട്ടേൺ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കമ്പനി ആയിട്ടുള്ള ബർക്ക്ഷയർ ഹതാവേക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെയുള്ള ഒരു ആളിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ബെഞ്ചമിൻ ഗ്രഹാം, ദ ഫാദർ ഓഫ് വാല്യൂ ഇൻവെസ്റ്റിംഗ്. വൺ മാൻ റെവല്യൂഷനൈസ്ഡ് ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, ദ ഇന്റലിജന്റ് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ബുക്കിന്റെ ഒരു ജസ്റ്റ് ഒരു പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഫ്രണ്ട് പേജ് ആണ് ഇത്, അല്ലേ? അതായത് അവിടെ മുകളിൽ നിങ്ങൾക്ക് എഴുതി വെച്ചത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ബൈ ഫാർ ദ ബെസ്റ്റ് ബുക്ക് ഓൺ ഇൻവെസ്റ്റിംഗ് എവർ റിട്ടേൺ, വാറൻ ബഫറ്റ്. അതായത് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് നിങ്ങൾ ഏത് കോളേജിലോ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിലോ പോയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ വലിയൊരു അറിവ് നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഒബ്വിയസ്ലി ഈ പുസ്തകം ഒരുപാട് പേജസ് ഉണ്ട്. സോ നിങ്ങൾ എത്രത്തോളം ഡീപ്ലി കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വായിക്കാൻ പറ്റൂ. അല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലത്തെ ഈ വീഡിയോസിന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റു പല ആളുകൾ ചെയ്ത വീഡിയോസ് ഉണ്ടാക്കും, അതിൽ നിന്നും നിങ്ങൾ ഒരുപാട് ഇൻസൈറ്റ്സ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ദ ഇന്റലിജന്റ് ഇൻവെസ്റ്റർ, ദ ഡെഫിനിറ്റ് ബുക്ക് ഓൺ വാല്യൂ ഇൻവെസ്റ്റിംഗ്. നമുക്ക് ആദ്യം തന്നെ ബെഞ്ചമിൻ ഗ്രഹാം ആരാണെന്ന് നോക്കാം. ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ ആണ് നമ്മളിവിടെ പറയുന്നത്. 1894 അദ്ദേഹത്തിൻ്റെ ജനനം, 1976 മരണം. ഓക്കെ, വാസ് എ ബ്രിട്ടീഷ് ബോൺ അമേരിക്കൻ എക്കണോമിസ്റ്റ്, ഇൻവെസ്റ്റർ ആൻഡ് പ്രൊഫസർ, വൈഡ്ലി റിഗാർഡ് ആസ് ദ ഫാദർ ഓഫ് വാല്യൂ ഇൻവെസ്റ്റിംഗ്. വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്താണ് എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ ശക്തമായിട്ട് പറയുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടി ശ്രമിക്കുക. വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണിത്. അദ്ദേഹം ജനിച്ചത് ലണ്ടനിലാണ്. ഹിസ് ഫാമിലി ദെൻ മൂവ് ടു ന്യൂയോർക്ക്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയൊരു കാലഘട്ടത്തിൽ, അദ്ദേഹത്തിന് ഒരു 9 വയസ്സുള്ള ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഫാദർ മരിച്ചത്. ഓക്കെ, ഗ്രഹാം എക്സെൽഡ് അക്കാഡമിക്കലി ആൻഡ് ഗ്രാജുവേറ്റഡ് ആസ് എ വാലിഡക്ടോറിയൻ ഫ്രം കൊളംബിയ യൂണിവേഴ്സിറ്റി. അദ്ദേഹം പഠിച്ചത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ്. ഈവൻ ദോ അദ്ദേഹത്തിൻ്റെ ഏർലി സ്റ്റേജ് വളരെ കഷ്ടപ്പാടിൽ ആണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ തന്നെ ഫസ്റ്റായിട്ട് അദ്ദേഹത്തിന് ഗ്രാജുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഗാധമായിട്ടുള്ള ബ്രില്യൻസ് കൊണ്ടാണത്. അദ്ദേഹം മാത്തമാറ്റിക്സിൽ നമ്പർ 1 ആയിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫിലോസഫി പോലെയുള്ള വിഷയങ്ങൾ, അല്ലേ? പിന്നീട് അദ്ദേഹം സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി 1934. എന്താ പറയുക, ഇൻവെസ്റ്റിംഗ് ത്രൂ ഹിസ് ബുക്സ്, സെക്യൂരിറ്റി അനാലിസിസ്. പിന്നെ ഇന്റലിജന്റ് ഇൻവെസ്റ്റർ, ലോകം തന്നെ ഏറ്റവും കൂടുതൽ, ലോകത്തിൽ തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പുസ്തകമാണ് ഇന്റലിജന്റ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് അത് വായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കുക. ബുക്കിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എംഫസൈസിങ് പ്രിൻസിപ്പിൾസ് ലൈക്ക് ഇൻട്രിൻസിക് വാല്യൂ ആൻഡ് മാർജിൻ ഓഫ് സേഫ്റ്റി. ഗ്രഹാം വാസ് ഓൾസോ ദ മെന്റർ ഓഫ് വാറൻ ബഫറ്റ്, വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഇൻവെസ്റ്റർ ഇൻ ഹിസ്റ്ററി, സിമെന്റിങ് ഹിസ് ലെഗസി ഇൻ ദ വേൾഡ് ഓഫ് ഫിനാൻസ്. അത് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ആരാണ്? ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ എന്ന് നമ്മൾ കണക്കാക്കപ്പെടുന്ന വാറൻ ബഫറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഓൾറെഡി അദ്ദേഹത്തിൻ്റെ ലെഗസി അവിടെ സിമെന്റ് ചെയ്ത് വെച്ച്. കാരണം വാറൻ ബഫറ്റിനെ പോലെയുള്ള ഒരാളെ ഒരുപാട്, വാറൻ ബഫറ്റിനെ മാത്രം ഫോളോ ചെയ്യുന്ന ഒരുപാട് ഇൻവെസ്റ്റേഴ്സും ഒരുപാട് ഹെഡ്ജ് ഫണ്ടേഴ്സും ഉണ്ടല്ലേ. അപ്പോൾ വാറൻ ബഫറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തത് ബെഞ്ചമിൻ ഗ്രഹാമിൻ്റെ ഈ പുസ്തകം, അല്ലെങ്കിൽ ബെഞ്ചമിൻ ഗ്രഹാം ആണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പവർ എത്രത്തോളം വലുതായിരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ്. ബെഞ്ചമിൻ ഗ്രഹാം ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് വാല്യൂ ഇൻവെസ്റ്റിംഗ്. മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിൽ കൂടുതലും ശ്രദ്ധ കൊടുത്ത ആളാണ് നമ്മുടെ ബെഞ്ചമിൻ ഗ്രഹാം എന്ന് പറയുന്ന ഈ ആൾ, അല്ലേ? അപ്പം എന്താണ് മൂല്യാധിഷ്ഠിതമായ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ?
അതായത് ജസ്റ്റ് നമ്മളിപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പം ഒരു ബുൾ മാർക്കറ്റിൽ നല്ല ശക്തമായിട്ട് കയറുന്നുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാവരും വാങ്ങുന്ന കണക്കെ പോയിട്ട് പൈസ കൊണ്ടേ ചെരിഞ്ഞ് ആ സ്റ്റോക്ക് വാങ്ങുന്നത് അല്ല വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് ഒരു മാർക്കറ്റ് കൃത്യമായിട്ടുള്ള വാല്യൂ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ യഥാർത്ഥ മൂല്യം എന്ന് പറയുന്നത് അതിൻ്റെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഒക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഭാവിയിൽ ഇത്രത്തോളം റിട്ടേൺസ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും നോക്കും. അതുപോലെ തന്നെ ആ കമ്പനീൻ്റെ ഹിസ്റ്ററി നോക്കും. അതുപോലെ തന്നെ ആ കമ്പനിയുടെ ബുക്ക് വാല്യൂ ഒക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്ന ഒരു ഘടകം കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഇൻട്രിൻസിക് വാല്യൂവിനേക്കാളും താഴെയാണ് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്നുണ്ട് എങ്കിൽ അത് അണ്ടർ വാല്യൂഡ് സ്റ്റോക്കായിട്ട് മാറും. സോ അങ്ങനെയുള്ള അണ്ടർ വാല്യൂഡ് സ്റ്റോക്കിനെ കണ്ടെത്തിയിട്ട് നിക്ഷേപിക്കാൻ വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരാളായിരുന്നു ആര്? ബെഞ്ചമിൻ ഗ്രഹാം. ഈ ഒരു ഐഡിയ ആണ് വാറൻ ബഫറ്റിനും ഒരുപാട് ട്രമൻഡസ് ആയിട്ടുള്ള വെൽത്ത് ഉണ്ടാക്കി കൊടുത്തത്. ഇൻഫാക്ട് വാറൻ ബഫറ്റിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ട്ണർ ആയിട്ടുള്ള ചാർലി ടി മങ്കർ എന്ന് പറയുന്ന ആളും ഒരുപാട് തവണ വായിച്ചൊരു പുസ്തകമാണ്. അതുപോലെ തന്നെ ഇയാളെ ഇത്രത്തോളം, അല്ലെങ്കിൽ ബെഞ്ചമിൻ ഗ്രഹാമിനെ ഇത്രത്തോളം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ചാർലി ടി മങ്കർ എന്ന് പറയുന്ന ആൾ അല്ലെ. പിയോനേഡ് ഓഫ് ഡിസിപ്ലിൻ റിസർച്ച് ഓറിയന്റഡ് ഇൻവെസ്റ്റിംഗ്. അതായത് ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുമ്പം അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ്, അതായത് ആ കമ്പനിനെ അടിസ്ഥാനമായിട്ട് ശക്തമായിട്ട് പഠിച്ചിട്ട് വേണം നിക്ഷേപിക്കാൻ എന്നാണ് നമ്മുടെ ബെഞ്ചമിൻ ഗ്രഹാം പറഞ്ഞു തരുന്നത്. മെന്റർ ടു ലെജൻഡറി ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് വാറൻ ബഫറ്റ്, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് വാറൻ ബഫറ്റ്. ഹിസ് ഫിലോസഫി ഈസ് എ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ ഇൻവെസ്റ്റിംഗ് പ്രാക്ടീസസ്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഏർലി ലൈഫ്. അദ്ദേഹത്തിന്റെ ഏർലി ലൈഫ് ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. ബോൺ ഓൺ May 9, 1894 ഇൻ ലണ്ടൻ, ഇംഗ്ലണ്ട് ആൻഡ് റേസ്ഡ് ഇൻ ദ US. പിന്നീട് വളർന്നതും ഒരുപാട് അവിടെയാണ് വർക്ക് ചെയ്തതും ഒക്കെ. അപ്പോൾ ഫാമിലി ഫേസ്ഡ് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്സ് ആഫ്റ്റർ ഹിസ് ഫാദേഴ്സ് അൾട്ടിമേറ്റ്ലി ഡെത്ത്. അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏർണിങ്സ് കൊണ്ടുതരുന്ന അദ്ദേഹത്തിൻ്റെ ഫാദർ, അല്ലെങ്കിൽ ഇമോഷണലി വലിയൊരു ഡാമേജ് ആയിരുന്നു അദ്ദേഹത്തിന് ഫാദർ നഷ്ടപ്പെട്ടിരുന്ന ഒരു സമയത്ത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. എക്സെൽഡ് ഇൻ അക്കാഡമിക്സ് ആൻഡ് ഗ്രാജുവേറ്റഡ് ആസ് വാൽഡിക്ടോറിയൻ ഫ്രം കൊളംബിയ യൂണിവേഴ്സിറ്റി. ഏർലി ലൈഫ് സ്ട്രഗിൾസ് ഷേപ്ഡ് ഹിസ് കൺസർവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫി. അതായത് കൺസർവേറ്റീവ് ആയിട്ടുള്ള റിട്ടേൺ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കൂടുതലായിട്ടും ത്വരയുണ്ടായിരുന്നത്. അതായത് അഗ്രസീവായിട്ട് ഹൈ റിസ്ക് എടുക്കാതെ തന്നെ വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് റിട്ടേൺ സ്ലോ ആൻഡ് സ്റ്റഡി കൂട്ടുന്ന ഒരു ടെക്നിക്കാണ് ഈ കൺസർവേറ്റീവ് അപ്രോച്ച്, അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് അഗ്രസീവ് ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫി എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കരിയറിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഐഡിയ തരാം. സ്റ്റാർട്ടഡ് ആസ് എ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ഓൺ വാൾ സ്ട്രീറ്റ് ഇൻ ദ ഏർലി 1910s. അത് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഒരുപാട് റെക്കഗ്നിഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു അനലിറ്റിക്കൽ സ്കിൽ, അതായത് ഒരു കമ്പനീനെ അപഗ്രഥിച്ചുകൊണ്ട് ആ കമ്പനീൻ്റെ ഫ്യൂച്ചർ വാല്യൂ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ആ കമ്പനി എങ്ങോട്ട് നീങ്ങും, അല്ലെങ്കിൽ ഹൈ ആണോ അല്ലെങ്കിൽ ലോ ആണോ അല്ലെങ്കിൽ മീഡിയം റേഞ്ചിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ശക്തി, അല്ലെങ്കിൽ ഒരു പ്രഭാവം അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് തന്നെ ഉണ്ടായിരുന്നുണ്ട് അല്ലേ. പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീടൊരു പ്രശ്നമുണ്ടായിരുന്നു. 1929 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ്. അത് ലോകമെമ്പാടുമുള്ള എല്ലാ മാർക്കറ്റിനെയും ശക്തമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. ശക്തമായിട്ടുള്ള ഒരു ക്രാഷാണ് അവിടെ സംഭവിച്ചത്. അദ്ദേഹത്തിനും ചെറിയൊരു ക്രാഷ് അവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് പാഠങ്ങൾ അദ്ദേഹത്തിനെ പഠിപ്പിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു 1929 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ്. അതിനുശേഷം അദ്ദേഹം ശക്തമായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങിയിരുന്നു. ഫൗണ്ടഡ് ദ ഗ്രഹാം ന്യൂമാൻ പാർട്ട്ണർഷിപ്പ് അച്ചീവിങ് കൺസിസ്റ്റന്റ് റിട്ടേൺ. അതുപോലെ തന്നെ ന്യൂമാൻ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു ഹെഡ്ജ് ഫണ്ട് രീതിയിലുള്ളൊരു ഒരു സംരംഭം കൂടി അദ്ദേഹത്തിന്റെ ഫ്രണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ട്ണറുമായിട്ട് അദ്ദേഹം തുടങ്ങിയിരുന്നു. അപ്പോൾ അതും ഒരു ഭാവിയിൽ, അല്ലെങ്കിൽ ഇപ്പം നിലവിൽ കാണുന്ന പല ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക്, അദ്ദേഹം ആ ഒരു സമയത്ത് ഫോളോ ചെയ്തൊരു രീതി ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് മേജർ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ് പറയുന്നത്. co-authored security analysis 1934, എ കോർണർ സ്റ്റോൺ ഓഫ് വാല്യൂ ഇൻവെസ്റ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. പിന്നെ നമ്മൾ പറഞ്ഞ അതുപോലെ തന്നെ ഈ റോഡ്, അതായത് ഇന്റലിജന്റ് ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ബുക്ക് എന്ന്, അല്ലെങ്കിൽ ബൈബിൾ ഓഫ് ഇൻവെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ബുക്കിന്റെ ഉടമയാണ് അദ്ദേഹം. ഇന്റലിജന്റ് ഇൻവെസ്റ്റർ ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻട്രിൻസിക് വാല്യൂ, ദ ട്രൂ വർത്ത് ഓഫ് എ സ്റ്റോക്ക്. അതായത് ഒരു കമ്പനിയുടെ ഇൻട്രിൻസിക് വാല്യൂ, ഒരു ട്രൂ വർത്ത്
യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ച് അതിൻ്റെ താഴെയിലാണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് അതിൻ്റെ താഴെയിലാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയ അദ്ദേഹം കൊണ്ടുവന്നു. അത് ഹൈലി സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ദ മാർജിൻ ഓഫ് സേഫ്റ്റി, എ ബഫർ ടു മിനിമൈസ് റിസ്ക് ഇൻ ഇൻവെസ്റ്റ്മെന്റ്സ്. ഇനി കോർ പ്രിൻസിപ്പിൾ ഓഫ് വാല്യൂ ഇൻവെസ്റ്റിംഗ്, ഇതാണ് നമ്മളെ ഈ ഒരു വീഡിയോയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇത് വളരെ ശക്തമായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാവുകയുള്ളൂ. ഇൻട്രിൻസിക് വാല്യൂ മാറ്റേഴ്സ്, അനലൈസ് ദ ട്രൂ വർത്ത് ഓഫ് എ ബിസിനസ്. അതായത് ഒരു കമ്പനിക്ക്, ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 2500 പെർ ഷെയർ. അതായത് ഒരു ഷെയർ മേടിക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന് 2500 രൂപ കൊടുത്താൽ മാത്രമേ റിലയൻസിൻ്റെ ഒരു ഷെയർ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റൂ എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾ കരുതുക, അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു 1200 കരുതുക. എന്നാൽ അതിൻ്റെ ഇൻവെസ്റ്റർ, അതിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരാൾ കരുതുന്നത്, അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് 3500 രൂപയാണ് എന്ന് നിങ്ങൾ കരുതുക. ഓക്കെ, ഇൻട്രിൻസിക് വാല്യൂ 3500, മാർക്കറ്റ് പ്രൈസ് 2500, അതിൻ്റെ ബുക്ക് വാല്യൂ 1200 ആണ് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് പറയാൻ പറ്റും റിലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി അണ്ടർ വാല്യൂഡ് ആണ് എന്നുള്ളത്. കാരണം അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ 3500 ആണ് എങ്കിൽ യഥാർത്ഥത്തിൽ ആ കമ്പനി ഇപ്പം നിലവിൽ 3500 വരെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 3500 ആണ് ആ കമ്പനിയുടെ എക്സാക്ട് വാല്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്സാക്ട് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം അതിന് കറക്റ്റ് ആയിട്ടുള്ള 3500 വിലയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമുക്കിന്ന് മാർക്കറ്റിൽ അത് 2500 കിട്ടുമെങ്കിൽ അത് യഥാർത്ഥത്തിൽ അണ്ടർ വാല്യൂഡ് സ്റ്റോക്കാണ്. അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിക്ഷേപിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി മാർജിൻ ഓഫ് സേഫ്റ്റി എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് പ്രൈസ് 2500 ആണ് റിലയൻസിന്, അതേസമയം തന്നെ അതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ 3500 ആണ്. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് കണ്ടോ നിങ്ങൾ, ഒരു 1000 റുപ്പീസിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് അവിടുത്തെ ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഓൾവേസ് ഇൻവെസ്റ്റ് വിത്ത് എ സേഫ്റ്റി ബഫർ ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ലോസസ്. ഓക്കെ, എംഫസൈസ് ഫണ്ടമെന്റൽസ്. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനീനെ അടിമുടി പഠിച്ച് അതിലേക്ക് നിക്ഷേപിക്കുന്ന ഒരു രീതിയാണ്. അതായത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ക്ലോസ്ലി വാച്ച് ചെയ്യും. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? അതിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വരും അല്ലേ. പിന്നെ എന്ത് വരും? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും മനസ്സിലാക്കി തരുന്ന ബാലൻസ് ഷീറ്റ് വരും. ഓക്കെ, പിന്നീട് എന്താ വരുക? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. ക്യാഷ് ഫ്ലോ എന്ന് വെച്ചാൽ 3 തരത്തിൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉണ്ടാവും, ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ ഉണ്ടാവും, ഫൈനാൻസിങ് ക്യാഷ് ഫ്ലോ ഉണ്ടാവും. ഒരു കമ്പനിയുടെ ഓപ്പറേഷൻ, മെയിൻ കോർ ഓപ്പറേഷൻ ഫോക്കസ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന ഒരുപാട് ഇൻകംസ് ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്പെൻസ് പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് അങ്ങനെ വരുന്ന ഒരു ഇതാണ് ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ. ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളെ നിക്ഷേപത്തിലൂടെയും, ഫൈനാൻസിങ് എന്ന് പറയുന്നത് എന്താണ്? കമ്പനി ലോൺ എടുക്കുന്നത് അല്ലെങ്കിൽ കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു ക്യാഷ് ഫ്ലോ ആണ് ഫൈനാൻസിങ് എന്ന് പറയുന്നത്. സോ ഇതുപോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും. അതിനെ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, അത് തന്നെയാണ് ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്വാർട്ടർലി ബേസിസിൽ അത് എത്ര പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഇയർലി ബേസിസിൽ കൺസിസ്റ്റൻറ്റ് ഗ്രോത്ത് ആണോ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റേഷ്യോസ് ഉണ്ടല്ലേ, PE റേഷ്യോ, ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് ടു അസറ്റ് റേഷ്യോ, ലിക്വിഡിറ്റി റേഷ്യോ പോലെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോസിനെ പറ്റിയിട്ടും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. റേഷ്യോനെ പറ്റിയിട്ട് നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഇൻഡെപ്ത് മീനിങ് ഉള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ലോങ് ടേം പെർസ്പെക്റ്റീവ് ആണ്. ഇഗ്നോർ ഷോർട്ട് ടേം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ആൻഡ് ഫോക്കസ് ഓൺ സസ്റ്റൈൻഡ് ഗ്രോത്ത്. നമ്മൾ കൺസർവേറ്റീവ് അപ്രോച്ചാണ് ഇവിടെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സമയം കൊടുക്കണം, നമ്മുടെ റിസ്ക് കുറവാണ്, അപ്പോൾ റിട്ടേണും കുറവായിരിക്കും. സോ ലോങ് ടേമിലേക്കാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പെട്ടെന്നുള്ള ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ 1 മാസത്തേക്ക് 2 മാസത്തേക്ക് നിക്ഷേപിക്കുന്ന ഒരു രീതിയല്ല ബെഞ്ചമിൻ ഗ്രഹാം പറയുന്നത്. ഓക്കെ, അപ്പം ലോങ് ടേം പെർസ്പെക്റ്റീവ്, പേഷ്യൻസും വേണം, അതുപോലെ തന്നെ ഡിസിപ്ലിനും വേണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞു തരുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് വളരെ ഫേമസ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ വളരെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ വാറൻ ബഫറ്റ് തന്നെയാണ്. ദ സെക്കൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ മൈ ലൈഫ്. വാറൻ ബഫറ്റ് പറഞ്ഞതാണ്. ബെഞ്ചമിൻ ഗ്രഹാം എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ 2ാമത്തെ ആൾ എന്ന് പറയുന്നത്. 1ാമത്തത് അദ്ദേഹത്തിൻ്റെ ഫാദറാണ്. അച്ചീവ്ഡ് എ നെറ്റ്വർത്ത് ഓഫ് over $100 billion യൂസിങ് ഗ്രഹാംസ് പ്രിൻസിപ്പിൾ.
ഓക്കെ, ഇപ്പം അത് 130 എബോവ് ആണ്, അല്ലെങ്കിൽ $150 ബില്യൺ എബോവ് ആണ് ഇപ്പോൾ കറണ്ട് വറൻ ബഫറ്റിന്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. വാൾട്ടർ സ്കൂൾ യൂസ്ഡ് ഗ്രഹാംസ് ടെക്നിക്സ് ടു മാനേജ് പോർട്ട്ഫോളിയോസ് വിത്ത് മിനിമൽ റിസ്ക്. Irwin Khan practiced Graham's philosophy for decades, achieving consistent return. ഇർവിൻ ഖാൻ എന്ന് പറയുന്ന ആള് ഒരുപാട് തവണ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഗ്രഹാമിന്റെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫിലോസഫി ഡെക്കേഡ്സുകൾ, അതായത് 10 വർഷത്തിന് മുകളിൽ ഫോളോ ചെയ്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻസ്പയർഡ് എ ജനറേഷൻ ഓഫ് ഡിസിപ്ലിൻഡ് ആൻഡ് സക്സസ്ഫുൾ ഇൻവെസ്റ്റേഴ്സ്. അദ്ദേഹത്തിന്റെ സക്സസ് സ്റ്റോറീസിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ജെയ്ക്കോ ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഒരു കമ്പനിയാണ്, അദ്ദേഹം ഏകദേശം ഒരു 50% അതിനെ അക്വയർ ചെയ്തു അണ്ടർവാല്യൂഡ് ആയിരുന്ന ഒരു ടൈം പീരീഡിൽ. ആൻഡ് അതിൽ നിന്നൊരു 100x റിട്ടേൺ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഗ്രഹാമിന്റെ ഏറ്റവും വലിയൊരു ഹൈലി റിട്ടേൺ കൊടുത്ത ഒരു നിക്ഷേപമാണ് ഗവൺമെന്റ് എംപ്ലോയീസ് ഇൻഷുറൻസ് കമ്പനി, അതാണെന്ന് തോന്നുന്നു ജെയ്ക്കോന്റെ ഫുൾ ഫോം. അതിൽ നിന്ന് ആ നിക്ഷേപത്തിലൂടെ കിട്ടിയിട്ടുള്ളത്. ദിസ് ഇൻവെസ്റ്റ്മെന്റ് ബിക്കം വൺ ഓഫ് ഹിസ് മോസ്റ്റ് ഫേമസ് സക്സസ് സ്റ്റോറീസ്. ഗ്രഹാം ന്യൂമാൻ ഫണ്ട് കൺസിസ്റ്റന്റ്ലി ജനറേറ്റ് ആനുവൽ റിട്ടേൺ ഓഫ് 20% ഫോർ ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ്. അതായത് ഓരോ വർഷവും, അതായത് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് CAGR എടുത്താൽ ഓരോ വർഷവും 20% ആൻഡ് അബവ് പ്രോഫിറ്റ് ഇദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിക്ഷേപകർക്ക്. ഓക്കെ, സ്റ്റോക്ക് പിക്കിംഗ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഐഡന്റിഫൈങ് അണ്ടർവാല്യൂഡ് കമ്പനീസ് ഓവർലുക്ക്ഡ് ബൈ ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റ് അവഗണിച്ച അണ്ടർവാല്യൂഡ് ആയിട്ടുള്ള ഹൈലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസിലേക്കാണ് അദ്ദേഹം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നിക്ഷേപിച്ചത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി 1929 അദ്ദേഹത്തിന് ഉണ്ടായ ഒരു ഇമ്പാക്ട് ഉണ്ട്, അല്ലെങ്കിൽ ആ മാർക്കറ്റ് ക്രാഷിന്റെ ഇമ്പാക്ട് അദ്ദേഹത്തിനും വന്നിട്ടുണ്ട്. അപ്പൊ അത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രഹാം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഡ്യൂറിങ് ദ ക്രാഷ്, ആ ഒരു ക്രാഷ് ടൈമിൽ ഒരുപാട് ലോസ് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം ശാക്തീകരിച്ച് എന്താണ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ തുടങ്ങി. അതായത് ശക്തമായിട്ടും ഡൈവേഴ്സിഫൈ, അതായത് വൈവിധ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മെത്തേഡ്സ് ടു ഇവാലുവേറ്റ് സ്റ്റോക്സ് ബിയോണ്ട് മാർക്കറ്റ് സ്പെക്കുലേഷൻ. ഓക്കെ, മാർക്കറ്റ് സ്പെക്കുലേഷന് കൂടുതൽ കുറച്ചുകൂടി എന്താ പറയുക ആഴത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, അല്ലെങ്കിൽ സ്റ്റോക്കിനെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അഡ്വക്കേറ്റ് ഫോർ റിസ്ക് മാനേജ്മെന്റ് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് റിസർച്ച്. അത് നമ്മൾ പറഞ്ഞല്ലേ, അതായത് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസ്ക് നിങ്ങൾ എത്രത്തോളം റിട്ടേൺ ഫോക്കസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ എത്രത്തോളം റിസ്ക് ആണ് നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക. ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് പാഠങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. സ്റ്റേ റേഷണൽ, യുക്തിപരമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഇമോഷൻസ് ഹാവ് നോ പ്ലേസ് ഇൻ ഇൻവെസ്റ്റിംഗ്. അത് നിങ്ങൾ ഇൻവെസ്റ്റിങ്ങിലായാലും അല്ലെങ്കിൽ നിങ്ങൾ ട്രേഡിങ്ങിലായാലും നിങ്ങളുടെ സൈക്കോളജിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് സൈക്കോളജിനെ പറ്റിയിട്ട് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളിത് കണ്ടു നോക്കുക. അതായത് നിങ്ങൾ ഏതൊരു ഫീൽഡിലാണെങ്കിലും, അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ച് നിങ്ങൾ മണി ഫീൽഡ്, അതായത് പൈസ ഇൻവോൾവ്ഡ് ആവുന്ന ഫീൽഡാണെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ യാതൊരു കാരണവശാലും ഒരു വിലയും ഉണ്ടാവില്ല. നിങ്ങൾ ഇമോഷണൽ ആണ് എങ്കിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാനുള്ള പ്രോബിലിറ്റിയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ യുക്തിപരമായിട്ട് ചിന്തിച്ച് തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കുക എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇനി എന്താ പറയുന്നത്, ഫോക്കസ് ഓൺ വാല്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. ആ ഇൻട്രിൻസിക് വാല്യൂവിനെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് അത് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ആ ഒരു സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണോ ഓവർ വാല്യൂഡ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രൈസ് ഈസ് വാട്ട് യു പേ, വാല്യൂ ഈസ് വാട്ട് യു ഗെറ്റ്. അവോയ്ഡ് സ്പെക്കുലേഷൻ. ഗ്യാംബ്ലിങ്ങിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇറങ്ങുന്നത്. സോ നിങ്ങൾ ഒരുപാട് പെന്നി സ്റ്റോക്ക് കാണാം, ചിലപ്പം ബുൾ മാർക്കറ്റിൽ ശക്തമായിട്ട് അടിച്ച് മുകളിലോട്ടേക്ക് പോകുന്നത് കാണാം. എന്ന് കണ്ടിട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും ഇൻവെസ്റ്റ് ചെയ്യരുത്, വലിയ നഷ്ടത്തിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, ബി പേഷ്യൻറ്റ്. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പേഷ്യൻ്റ് ഉള്ളവരായിരിക്കുക, ഡിസിപ്ലിൻ ഉള്ളവരായിരിക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ച് ലോങ് ടേമിൽ അത് ഹോൾഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റിട്ടേൺ കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുന്നതായിരിക്കും. ബെഞ്ചമിൻ ഗ്രഹാംസ് ലെഗസി revolutionized how people approach investing through value-based strategies. His book remain required reading for serious investors worldwide. നിങ്ങളൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണ് എങ്കിൽ, നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുകൂടി നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ഇടുക എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രത്തോളം ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു മീനിങ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് ഇൻസൈറ്റ്സ് ആണ് ഈ പുസ്തകം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഗ്രഹാംസ് ഡിസിപ്ലിൻസ് ലൈക്ക് വാറൻ ബഫറ്റ് കണ്ടിന്യൂ ടു ഇൻസ്പയർ ന്യൂ ജനറേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഈ ബുക്കിൻ്റെ സെയിൽ എന്ന് പറയുന്നത് വളരെയധികം സെയിൽ ചെയ്തു പോയൊരു പുസ്തകമാണ് അല്ലെ. ഇപ്പോഴും കറൻ്റ്ലി അതായത് അദ്ദേഹത്തിൻ്റെ മരണശേഷം കൂടി വളരെ അളവിലാണ് ഈ പുസ്തകം സെയിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് കൊളംബിയ യൂണിവേഴ്സിറ്റി സ്റ്റിൽ ടീച്ചേഴ്സ് ഹിസ് മെത്തേഡ്സ് ഇൻ ഫിനാൻസ് കോഴ്സസ്. അദ്ദേഹത്തിൻ്റെ ഈ ഫിനാൻസ് കോഴ്സ് കൊളംബിയ യൂണിവേഴ്സിറ്റി ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്.
വൈ ഗ്രഹാംസ് ഫിലോസഫി എൻഡേഴ്സ്. ടൈംലെസ് പ്രിൻസിപ്പൾ, കാലം എത്ര കടന്നു പോയാലും അദ്ദേഹത്തിൻ്റെ ഈ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും എപ്പോഴും റെലവൻ്റ് ആണ് അല്ലേ, ഇപ്പോഴും റെലവൻ്റ് ആണ്. ഒരുപാട് ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരുപാട് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ഈ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരുപാട് കമ്പനീസ് അവരുടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത് ഈ ഒരു ടെക്നിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ള കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ ഫണ്ട് മാനേജ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫോക്കസ് ഓൺ ലോജിക് അനാലിസിസ് ആൻഡ് അവോയ്ഡ് സ്പെക്കുലേഷൻ. അൾട്ടിമേറ്റ്ലി പറഞ്ഞാൽ ഇതും ഒരു ലോജിക്കാണ് ഇവിടെ. അതായത് ഒരു കറക്റ്റ്ലി പറയുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതലാണ് ഇൻട്രിൻസിക് വാല്യൂ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവാണ് ഇൻട്രിൻസിക് വാല്യൂ എങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടേൺ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രൂവൺ ടു വർക്ക് ഓവർ ഡെക്കേഡ്സ് ഈവൺ ഇൻ വോൾട്ടൈൽ മാർക്കറ്റ്സ്. അതായത് ഒരുപാട് കാലഘട്ടങ്ങൾ, അതായത് 10 വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഒരുപാട് വോൾട്ടിലിറ്റി ഒക്കെ ഇൻ ബിറ്റ്വീൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി വാല്യൂ ഇൻവെസ്റ്റിംഗ് ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് യാതൊരു കാരണവശാലും വലിയൊരു അളവിൽ നഷ്ടം വന്നിട്ടില്ല. ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള റിട്ടേൺസ് അവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹിസ് മെത്തേഡ്സ് എൻകറേജ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ. ഇനി നമ്മൾ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കീ ടേക്ക് അവേസ് ആണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റിംഗ് ആൻഡ് സ്പെക്കുലേറ്റിംഗ്. അതായത് സ്പെക്കുലേറ്റിംഗ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് രണ്ടാണ്. ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അത് നിങ്ങളുടെ പൈസ നിക്ഷേപിക്കുന്നു ദീർഘകാലത്തേക്ക്. സ്പെക്കുലേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ മുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അത് ശക്തമായിട്ട് മുകളിലേക്ക് പോകും എന്നുള്ളൊരു ഗട്ട് ഫീലിങ്ങിലൂടെ മാത്രം നിങ്ങൾ നിക്ഷേപിക്കുന്നതാണ് ഈ സ്പെക്കുലേറ്റിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ അതിനെ ഫണ്ടമെന്റലി നന്നായി പഠിച്ചുകൊണ്ട് മാത്രം നിക്ഷേപിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഓൾവേസ് ബൈ വിത്ത് എ മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഫോക്കസ് ഓൺ ദ കമ്പനീസ് ഫണ്ടമെന്റൽസ്, നോട്ട് ജസ്റ്റ് ഇറ്റ്സ് സ്റ്റോക്ക് പ്രൈസ്. ബി ഡിസിപ്ലിൻ, പേഷ്യന്റ് ആൻഡ് റാഷണൽ ഇൻ ഓൾ ഫിനാൻഷ്യൽ ഡിസിഷൻ. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്യൂട്ടാണ് ഇവിടെ പറയുന്നത്. ദ എസൻസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഇസ് ദ മാനേജ്മെന്റ് ഓഫ് റിസ്ക്, നോട്ട് ദ മാനേജ്മെന്റ് ഓഫ് റിട്ടേൺസ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ എസൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ റിസ്ക് കൺട്രോൾ ചെയ്യുകയാണ്. റിട്ടേൺ മാക്സിമൈസ് ചെയ്യുന്നതിനേക്കാൾ വലുത് റിസ്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ റിസ്ക് എപ്പോഴും നിങ്ങൾ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു റിസ്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാണ് ബെഞ്ചമിൻ ഗ്രഹാം പറയുന്നത്. ടു ബി ആൻ ഇൻവെസ്റ്റർ യു മസ്റ്റ് ബി എ ബിലീവർ ഇൻ എ ബെറ്റർ ടുമാറോ. അതായത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നിക്ഷേപകരായിരിക്കണം നിങ്ങൾ. അതായത് ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തേക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ സ്റ്റോക്കിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങൾ അദ്ദേഹം പറയുന്നത് 1 വർഷത്തിൽ താഴെയാണെങ്കിൽ കൂടി അതൊക്കെ ഷോർട്ട് ടേം തിങ്കേഴ്സ് ആണ് എന്നുള്ളതാണ്. സോ നിങ്ങൾ വളരെ ശക്തമായിട്ട് കമ്പനീനെ പഠിച്ച് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കിനെ കണ്ടെത്തി അതിൽ നിക്ഷേപിച്ച് ഹോൾഡ് ചെയ്യുക. അതായത് ഓവർ എ പീരീഡ് ഓഫ് മോർ ഇയേഴ്സ്, അതായത് എത്രത്തോളം വർഷം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം ഹോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പല ഇൻവെസ്റ്റ്മെന്റിലൂടെയും അദ്ദേഹത്തിൻ്റെ പല പുസ്തകത്തിൽ പറയുന്ന ഐഡിയാസിലൂടെയും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ഈ പറഞ്ഞ ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഈ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ്, അല്ലെങ്കിൽ ഏത് ലെസൺ, ഏത് പാഠമാണ് എന്നുള്ളത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റും ട്രേഡിംഗും ഒക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.